Dear students, today we are going to discuss about two important topics under biostati, that is correlation and regression. So, what do you mean by correlation? Actually, നമുക്കെല്ലാവർക്കും അറിയാം കോ-എവല്യൂഷൻ എന്താണ്. ഒരാൾ ഇവോൾവ് ചെയ്യുമ്പോൾ മറ്റാൾക്കും സെയിം എഫക്റ്റ് ഉണ്ടാവുക, അതുപോലെ ഇവോൾവ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ co-relation means there is a relation existing between two variables. So these two variables are interrelated. Change in one variable may cause change in the other one too. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, രണ്ട് പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്നിലുണ്ടാകുന്ന ചേഞ്ചസ് മറ്റൊന്നിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് കോ-റിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ മേ കോസ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ ടു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാൻസ്പിരേഷൻ എടുക്കുകയാണ്. പ്ലാന്റ്സിൻ്റെ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് കണ്ടീഷനിൽ കൂടുതലായിരിക്കും. സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങും സംഭവങ്ങളൊക്കെ നടന്ന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ ദ ടു വേരിയബിൾസ് ആർ ട്രാൻസ്പിരേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അഫക്റ്റ് ഇൻക്രീസ് ഇൻ ട്രാൻസ്പിരേഷൻ. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പോൾ രണ്ട് വേരിയബിൾസ് നമ്മളെടുത്തു. ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. സോ കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദർ വിൽ ബി ടു വേരിയബിൾസ് ആൻഡ് ബോത്ത് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ മേ കോസ് ചേഞ്ചസ് ഇൻ ദ അതർ വൺ ടു. Now let us look at types of correlation. So there are different kinds of correlation, different types of correlation. Positive and negative correlation is there, linear and non-linear, simple, multiple and partial correlation is there. So this type of classification is based on their whether the correlation is positive or negative, the value of correlation is a positive or negative, or it may be a linear, a straight line, or maybe non-linear. Simple means it is a simple consisting of two variables. Multiple means many variables considered here. Partial means there is no absolute correlation between two variables. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, അത് നമ്മൾക്ക് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ. ലീനിയർ മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക്, കാരണം നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, ലീനിയർ ആയിട്ടാണ് ഇത് പോവുക. ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുക. നോൺ ലീനിയർ മീൻസ് ഒരു ലീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല ഇതിനകത്ത് ഉണ്ടാവുക. അത് നമുക്ക് ഓരോന്നും നെക്സ്റ്റ് സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഹിയർ ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. വെൻ വി ടേക്ക് ഫസ്റ്റ് വൺ, യു ക്യാൻ സീ ദറ്റ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് വാല്യൂസ് ആർ പ്ലോട്ടഡ് ഓൺ x and y axis respectively. So for an x value you can see a corresponding change in the y axis. A y value is also represented as a dot. So എക്സിനകത്ത് വരുന്ന ചേഞ്ചസുകൾ അതുപോലത്തെ ഒരു ചേഞ്ച് y ആക്സിസിലും വരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തു എന്ന് കരുതുക, ട്രാൻസ്പിരേഷൻ വൈ ആക്സിസിലും എടുത്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനനുസൃതമായിട്ട് ട്രാൻസ്പിരേഷൻ അവിടെ കൂടുന്നു. സെക്കൻഡ് പോയിന്റിൽ വീണ്ടും
ടെമ്പറേച്ചർ കൂടി വരുന്നു, ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ലൈൻ ഓരോ ഡോട്ടുകളായിട്ട് ഇതിൻ്റെ വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ആസ് എ ഹോൾ വെൻ യു ലുക്ക് അറ്റ് ദ കോറിലേഷൻ യു ക്യാൻ സീ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. ഇൻക്രീസ് ചെയ്യാണ്, അബവ് 0 ആണ് വാല്യൂ വരിക, പോസിറ്റീവ് വാല്യൂ ആണ് വരിക. സോ അങ്ങനെയുള്ള കോറിലേഷൻസിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. സോ വെൻ യു ലുക്ക് അറ്റ് ടു ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. Negative means the value of correlation is negative. There may be an increase in x or y leads to corresponding decrease in the value of x or y. അപ്പോൾ എക്സിനനുസരിച്ചിട്ടുള്ളൊരു വാല്യൂ കുറയുമ്പോൾ വൈൻ്റെയും വാല്യൂ അതുപോലെ തന്നെ കുറഞ്ഞു വരും. അതും ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഓൾസോ ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ വാല്യൂ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ, ദ വാല്യൂ വിൽ ബി ബിലോ 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ മീൻസ് ഇവർ നമുക്കൊരു സ്കാറ്ററിങ് ആയിട്ടാണ്, ഒരു സ്കാറ്റേർഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക വാല്യൂസ്. വൈ വേരിയബിളിൻ്റെയും എക്സ് വേരിയബിളിൻ്റെയും വാല്യൂസ് ഒരു സ്കാറ്റർ ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് പറയാൻ പറ്റില്ല ഈ എക്സിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ വൈയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ദർ ഈസ് നോ അബ്സല്യൂട്ട് കോറിലേഷൻ. സോ ദിസ് 3 റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോറിലേഷൻ. So now we look at positive correlation deeply. So what is positive correlation? Correlation coefficient, that means it represents the it measures the degree of correlation between two variables. രണ്ട് വേരിയബിൾസുകൾ തമ്മിലുള്ള കോറിലേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കോഎഫിഷ്യൻ്റാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് കോറിലേഷൻ. ആൻഡ് ദ ഫീച്ചർ ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ഇസ് ഹിയർ ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലായിരിക്കും ബോത്ത് വേരിയബിൾസും മൂവ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുക വെൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ആ റെപ്രസെൻറ്റേഷൻ, ആ ലെറ്ററാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് +1, ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ടു വേരിയബിൾസ് ബീയിങ് കമ്പയർഡ് ഹാവ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ +1 വാല്യൂ ആണ് കിട്ടിയിരിക്കണമെങ്കിൽ 1 ഡിഗ്രി എക്സ് കൂടുമ്പോൾ വൈ വേരിയബിളും 1 കൂടും. അടുത്തൊരു ഡിഗ്രി എക്സ് കൂടുമ്പോൾ വൈ വാല്യൂം അതിനനുസരിച്ചിട്ട് 1 ഡിഗ്രി കൂടും. സോ +1 ആണ് വരുന്നെങ്കിൽ ദർ ഈസ് അബ്സല്യൂട്ട് പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ഇനി +1 അല്ല കിട്ടുന്നതെന്ന് കരുതുക, അപ്പോൾ ഒരു ക്ലോസ് ടു +1 ആണെങ്കിലും നമുക്ക് ഒരു പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് അല്ല എന്നുള്ളതും നമുക്ക് പറയാം. ഓക്കെ, ഹിയർ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. വാല്യൂ ഓഫ് ഓയിൽ പ്രൈസസ് ആൻഡ് എയർ ഫെയർസ്. ഓയിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു എയർ ഫെയറിന് എന്നുള്ളത്. സോ ഓയിൽ പ്രൈസസ് ഇസ് directly related to the prices of airplane tickets with a correlation coefficient of +0.95. That means relationship between oil prices and airfares has a very strong positive correlation since the values close to +1. അതിൻ്റെ അർത്ഥം എന്താ? If the price of the oil decreases, then you can expect a decrease in the airfare too.
സോ ഓയിൽ പ്രൈസ് കുറയുമ്പോൾ എയർ ഫെയറും കുറയും. ഓയിൽ പ്രൈസ് കൂടുമ്പോൾ എയർ ഫെയറും കൂടും. ദാറ്റ് മീൻസ് അവരൊരു +0.95 ആണ് അവരുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഡിഗ്രി ഇവിടെ കൂടുമ്പോൾ മറ്റൊടത്ത് വേറൊന്ന് കൂടും. അങ്ങനെ അത് ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സ്ട്രോങ് കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. +1 എത്തിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പായി മാറും. ഓക്കെ, now to the next, negative correlation. So the name indicates itself what is negative correlation is. A negative correlation occurs when the correlation coefficient is less than 0. So the value of correlation coefficient will be less than 0. So this is an indication that both variables moves in the opposite direction. നമുക്ക് നോക്കാം. When correlation coefficient is -1, the relationship is said to be perfectly negatively correlated. Okay, here we can take an example: height above sea level and temperature. So both these variables are നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടെയിൻ നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് സീ ലെവലിൽ നിന്നും കൂടുന്നു. മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് സീ ലെവലിൽ നിന്നും കൂടുന്നു. അറ്റ് ദാറ്റ് ടൈം ടെമ്പറേച്ചർ മൗണ്ടെയിൻ റീജിയൻസിൽ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. സോ ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടുന്നു, അതിനനുസരിച്ചിട്ട് നെഗറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നത്, മറ്റേതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഹൈറ്റ് എബവ് സീ ലെവൽ ആൻഡ് ദ സെക്കൻഡ് വേരിയബിൾ ഇസ് ടെമ്പറേച്ചർ. ആസ് ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. സോ ഇതൊരു നെഗറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. സോ യു ക്യാൻ സീ 2 graphical representations, linear one and non-linear one. So let us define linear and non-linear correlation. So first of all, when all the points on the diagram tends to lie near a line which looks like a straight line. Linear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള വേരിയബിളും വൈ ആക്സിസിലുള്ള വേരിയബിളും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസുകളാണ് രണ്ടിലും സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ ദ കോറിലേഷൻ is said to be linear. So what will be non-linear? If the values or the points does not follow a straight line, or correlation is said to be non-linear if the ratio of change is not constant. അഥവാ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഇവരുടെ എക്സ് ആക്സിസിലുള്ള വേരിയബിളും വൈ ആക്സിസിലുള്ള വേരിയബിളും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻസ് എങ്കിൽ ഇറ്റ് ലുക്സ് നോട്ട് ലൈക്ക് എ ലീനിയർ വൺ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ചേഞ്ചസ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Now to the last one under correlation, simple, multiple and partial correlation. So the distinction between simple, partial and multiple correlation is based on their number of variables take. എത്ര വേരിയബിൾസ് ആണോ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മുന്നേക്ക് നമ്മൾ നോക്കിയിരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണോ അല്ലയോ, വാല്യൂ പോസിറ്റീവ് ആണോ വാല്യൂ നെഗറ്റീവ് ആണോ. ബട്ട് ഹിയർ ദ ഡിസ്റ്റിങ്ഷൻ is actually the number of variables taken for our study. So if the number is 2, then
ഇറ്റ് ഈസ് എ സിമ്പിൾ കോറിലേഷൻ. അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾസാണ് എടുക്കുന്നത്, ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് എ സിമ്പിൾ കോറിലേഷൻ. വെൻ വി ടേക്ക് മോർ ദാൻ 2, 3 or more, that means it may be multiple or partial. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഓർ പാർഷ്യൽ എന്നുള്ളതിന് വേറൊരു കുറച്ചൊരു ഡെഫിനിഷനും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ മൂന്നിലധികം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൂന്നോ അതിലധികമോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ we can call them as partial or multiple. ഇനി എന്താണ് മൾട്ടിപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ മൾട്ടിപ്പിൾ കോറിലേഷൻ 3 or more വേരിയബിൾസ് ആർ സ്റ്റഡീഡ് സൈമൾട്ടേനിയസ്ലി. അഥവാ നമ്മൾ എടുക്കുന്ന 3 വേരിയബിൾസും ഒരേ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, 3 വേരിയബിൾസിനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ 3 വേരിയബിൾസിനെയും ആ ടൈമിൽ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, one studies the relationship between the yield of rice per acre and both the amount of rainfall and the amount of fertilizers used. It is the problem of multiple correlation. എന്താ പറഞ്ഞത്, ഒരേ ടൈമിൽ നമ്മൾ yield of rice per acre നോക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് റെയിൻഫോൾ എത്ര കിട്ടുന്നുണ്ട്, എത്ര എമൗണ്ട് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 വേരിയബിൾസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 3 റിലേഷൻ മനസ്സിലാക്കും. ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈൽഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. റെയിൻഫോൾ കൂടുമ്പോൾ ഈൽഡ് കൂടാം. അപ്പോൾ ഈ 2 ഫാക്ടറും കൂടി ആയിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സാധനം ഈൽഡ്, ഒരു പെർട്ടിക്കുലർ ഒരു ഈൽഡ് നമുക്ക് കിട്ടും പെർ ഏക്കർ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിന് നമ്മൾ അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് കോറിലേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് 3 വേരിയബിൾസ് വിച്ച് ആർ സ്റ്റഡീഡ് സൈമിൾട്ടേനിയസ്ലി, അതാണ് വിച്ച് വേർ സ്റ്റഡീഡ് സൈമിൾട്ടേനിയസ്ലി, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തു പറയുന്നത്, ഒരു മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. So on the other hand, in partial correlation, we will consider 3 or more variables, but here we keep one variable as constant and the other 2 variables for our study. So for that, we will take the above example. And here we limit our correlation analysis of yield and rainfall to periods when a certain average daily temperature existed. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പീരീഡിലേക്ക് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. അതിനനുസൃതമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം റിലേറ്റിംഗ് ടു പാർഷ്യൽ കോറിലേഷൻ ഓൺലി. അപ്പം നമ്മൾ എന്താ ചെയ്തത്, in the problem taken above, if we limit our correlation analysis of yield and rainfall to periods when a certain average daily temperature, അപ്പോൾ ഒരു ടെമ്പറേച്ചറിനെ അവിടെ നിർത്തി കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് അങ്ങനെ നിർത്തി, അതിനെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന 2 വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് ഈൽഡും രണ്ടാമത്തെ റെയിൻഫോളും. അപ്പോൾ ഇവർ പരസ്പരം 3 വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അറ്റ് എ ടൈം നമ്മൾ പഠിക്കുന്നത് ഈ 2 വേരിയബിൾസിന് മാത്രമേ ഉള്ളൂ, ഒന്ന് ഈൽഡിനെയും രണ്ടാമത്തെ റെയിൻഫോളിനെയും. അവിടെ ടെമ്പറേച്ചറിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനൊരു കോൺസ്റ്റൻ്റ് ആക്കി അവിടെ വെച്ചു. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോറിലേഷനാണ് പാർഷ്യൽ കോറിലേഷൻ എന്നറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ഈസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ. 2 ഡാറ്റകൾ തമ്മിലുള്ള ലീനിയർ കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ കോവേരിയൻസ് ഓഫ് 2 വേരിയബിൾസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ താഴെ R എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ square root of sigma x minus x bar the whole square into sum of y minus y bar the whole square.
അപ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സും വൈയും ആണ് നമുക്ക് തരിക. എക്സും വൈയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂംഡ് മീൻ കണ്ട് എക്സ് മൈനസ് എക്സ് ബാർ കാണണം, പിന്നെ അതിൻ്റെ സമ്മ് കാണണം. അതേപോലെ തന്നെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ നിന്നും ഒരു അസ്യൂംഡ് മീൻ എടുത്ത് വൈ മൈനസ് വൈ ബാർ കാണുക. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും. ആ രണ്ട് വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷനിൽ. അതിൻ്റെ സിഗ്മ സമ്മ് കാണുക, പിന്നെ സ്ക്വയർ റൂട്ട് കാണുക. സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതിനെ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ സമ്മ് കണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടുന്നത് എബവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ബിലോ സീറോ ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ, എബവ് സീറോ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ നമുക്ക് തന്നിട്ടുള്ള ടു വേരിയബിൾസ് എങ്ങനെ കോറിലേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, so next is regression. Regression analysis is a set of statistical process for estimating the relationships between a dependent variable and one or more independent variables. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേഷനാണ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുത്തതിന് ശേഷം നമുക്ക് റിഗ്രഷൻ എന്താണെന്നുള്ളത് പറയാം. ഈ എക്സാമ്പിളിനകത്ത് scientists might use different amount of fertilizers and water on different fields and see how it affects crop yield. അപ്പോൾ ഇവിടെ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വേരിയബിൾസിനെ എടുത്തു. ഫെർട്ടിലൈസേഴ്സ്, എമൗണ്ട് കൂട്ടിയും കുറച്ചും കൊണ്ടിരുന്നു. വാട്ടർ ഓൺ ഡിഫറെൻറ്റ് ഫീൽഡ്സ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടൂൾസിനെ എടുത്തു. ഇനി ദിസ് സെറ്റ് ഓഫ് ടൂൾസ് ഹൗ ഇറ്റ് അഫക്റ്റ് ക്രോപ്പ് ഈൽഡ്, അതാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റിയൽ റിസൾട്ട് അല്ല. ഈ മൂന്ന് ഫാക്ടേഴ്സ് എങ്ങനെയാണ് അടുത്ത വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സോ ദേ മൈറ്റ് ഫിറ്റ് എ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ യൂസിങ് ഫെർട്ടിലൈസർ ആൻഡ് വാട്ടർ ആസ് ദ പ്രെഡിക്റ്റർ വേരിയബിൾ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നതാണ്, അഥവാ ഫെർട്ടിലൈസർ എത്ര കൂട്ടി കൊടുക്കണം എന്നുള്ളത് നമ്മളാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാട്ടർ എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മളാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ക്രോപ്പിൻ്റെ ഈൽഡാണ്. നമുക്ക് എത്ര കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ഈൽഡ് ഇത്ര കിട്ടാം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നു. സോ ഇൻ ദ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന, ഇപ്പോൾ 2 വേരിയബിൾസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം, അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത് നോക്കാം. സോ റിഗ്രഷൻ അനാലിസിസ്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മളിപ്പോൾ 2 വേരിയബിൾ എടുത്തു, എക്സ് ആൻഡ് വൈ. ഇതിനകത്ത് ചേഞ്ച് എക്സ് ഓൺ വൈ മീൻസ് ചേഞ്ച് ഇൻ എക്സ് കറസ്പോണ്ടിങ് ടു എ യൂണിറ്റ് ചേഞ്ച് ഇൻ വൈ. വൈക്കകത്ത് ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എക്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാണ് എക്സ് ഓൺ വൈ മീൻസ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വൈ ഓൺ എക്സ്. ഓക്കെ, വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് ചേഞ്ച് ഇൻ വൈ കറസ്പോണ്ടിങ് ടു എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് കറസ്പോണ്ടിങ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് BXY ഓർ R എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ റിഗ്രഷൻ കോയിഫിഷ്യൻ്റാണ് ആ സിമ്പലിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ XY ഡിവൈഡ് ബൈ സിഗ്മ Y സ്ക്വയർ. ഓക്കെ, ഏതിൻ്റെയാണോ നമ്മൾ എടുക്കുന്നത്, എക്സ് ഓൺ വൈ ആണെങ്കിൽ വൈ ആയിരിക്കും താഴെ. നമ്മൾ പിന്നെ ആദ്യം കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്, പിന്നെ വൈ, പിന്നെ എക്സും വൈയും പ്ലസ് ലാസ്റ്റ് വരുന്ന വൈനെ Y സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്.
y/x ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് y പിന്നെ ഡിവൈഡഡ് ബൈ x വരും, xy വരും, ഡിവൈഡ് ബൈ ലാസ്റ്റത്തെ ടേം ഏതാണ്, ലാസ്റ്റത്തെ വേരിയബിൾ ഏതാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്വയറും വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിഗ്രഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഇസ് ലൈക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലീനിയർ റിഗ്രഷൻ ഓഫ് particular or the variables which were under study. അതാണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്.